ഉദയനെ പോലെയുള്ള വിത്തുകാളകളെ കൊണ്ട് ഫാമിലിടുകയാണ് ചെയ്യേണ്ടത്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിട്ടുള്ള ശബരിനാഥ് മറ്റൊരു കൗൺസിലറായിട്ടുള്ള ഉദയന് നേരെ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ ഈ വിത്തുകാള പ്രയോഗമൊക്കെ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അവരവരുണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതിന് വലിയൊരു വിമർശനം തന്നെ വരുന്നുണ്ട്. ഉദയനെ വിത്തുകാള എന്ന് വിളിക്കുമ്പോൾ ശബരിനാഥ് വിത്താനയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. യൂട്യൂബിൽ കമന്റ് വരുന്നുണ്ട്, വിത്താനയാണോ ഇയാൾ എന്ന് ചോദിക്കുന്നുണ്ട്. ശബരിനാഥിനെ പോലുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഏറ്റവും അധികം തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരു നല്ല നേതാവാണ്, നല്ല യുവാക്കളുടെയൊക്കെ ഇടയിലൊക്കെ സ്വാധീനം ചെലുത്താനൊക്കെ കഴിയുന്ന ഒരാളാണ്. പക്ഷേ ആ തരത്തിൽ വേണം ചിന്തിക്കാൻ, ആ തരത്തിൽ വേണം പെരുമാറാൻ. അതിൽ പരാജയം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയ ഉയർച്ചയെ തന്നെയാണ് ബാധിക്കുന്നത്. ഏത് പാരമ്പര്യത്തിലാണ് ശബരിനാഥൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? കാർത്തികേയന്റെ പാരമ്പര്യമല്ലേ? കാർത്തികേയൻ ഇത്തരത്തിൽ പെരുമാറിയതായിട്ട് നമുക്കറിയാമോ? കാർത്തികേയനൊക്കെ വളരെ മാന്യതയോടുകൂടിയാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നത്, പെരുമാറിയിരുന്നത്. രാഷ്ട്രീയ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഓരോരുത്തരോടും പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നല്ലവണ്ണം അറിയാമായിരുന്നു. അവർ പക്വതയോടെയും പാകതയോടെയും പെരുമാറിയിരുന്നു. ആ ഒരു തലമുറയുടെ കൂടി പ്രത്യേകതയായിരിക്കാം. പക്ഷേ ഈ പുതിയ തലമുറയിൽ വരുന്ന ശബരിനാഥനെ പോലുള്ള ആൾക്കാർ പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോഴൊക്കെ വളരെയധികം മാന്യത പുലർത്തേണ്ടത്. ആ മാന്യത ഇല്ലായ്മയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഉദയന്റെ ഷർട്ടാണ് വലിച്ചു കീറുന്നത്. ഉദയനും ബാക്കി BJP അംഗങ്ങൾക്ക് നേരെയാണ് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുന്നത്. ഇതെല്ലാം അവിടെ നിൽക്കുന്ന ആൾക്കാരും ക്യാമറയും മുഴുവൻ കാണുന്നതാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും കണ്ടാണ്. എന്നിട്ട് പറയുകയാണ്, ഉദയനെ മർദ്ദിച്ച് ഉദയന്റെ ഷർട്ട് വലിച്ചു കീറി ഈ പറയുന്ന ഹാജർ ബുക്കിൽ വെള്ളം ഒഴിക്കാൻ നോക്കി, ഹാജർ ബുക്ക് നശിപ്പിക്കാൻ നോക്കിയ UDF അംഗങ്ങളും അതിന് നേതൃത്വം കൊടുത്ത പാർലമെന്ററി പാർട്ടി നേതാവുമാണ് ശബരിനാഥ്. അപ്പൊ ഇവർ ചെയ്തത് എന്താണ്? കൃത്യമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഒരു അക്രമം അയച്ചു വിടുക എന്നുള്ള സ്വഭാവം. ശിവൻകുട്ടിയുടെ പരിപാടി അറിയായിരുന്നല്ലോ നിയമസഭയിൽ നടത്തിയത്. നിയമസഭാ താണ്ഡവം. അത് നിയമസഭാ താണ്ഡവമാണ്. അതായത് മുണ്ട് മടക്കി കുത്തി നെഞ്ചിലങ്ങ് കൊടുക്കും. നെഞ്ചിലൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന മുണ്ട് ഇങ്ങനെ തുടയിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കൂടെ നടക്കുക. ഈ പറയുന്ന സ്പീക്കറുടെ കസേര എടുത്ത് താഴേക്ക് എറിയുക. അവിടുത്തെ കമ്പ്യൂട്ടറും അതിന്റെ മൈക്കും സാധനങ്ങളും ഒക്കെ വളച്ചു പിടിച്ചൊടിക്കുക. ഒരു ഗുണ്ടയുടെ സ്വഭാവം. ശിവൻകുട്ടിയെ പോലുള്ള ഒരാളിൽ നിന്ന് അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. ശിവൻകുട്ടിയെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് രാജാജി നഗർ, പഴയ ചെങ്കച്ചുള, അവിടെ നിന്നൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ശിവൻകുട്ടി അറിയാലോ, ശിവൻകുട്ടി ഇറങ്ങി വന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയ പഴയ ഒരു വീഡിയോ ഉണ്ട്. പണ്ട് കാലത്തുണ്ടായതാണ്. അപ്പൊ ശിവൻകുട്ടിയുടെ നിലവാരം അതാണ്. പിന്നെ ആ നിലവാരമൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ ശിവൻകുട്ടിയിൽ നിന്നുള്ള. ശിവൻകുട്ടിയുടെ ബാധ കയറി അതാണ് ശബരിനാഥന് എന്നുള്ളതാണ്. അതായത് ഒരു വിത്തുകാളെന്ന് ഉദയനെ വിളിച്ചല്ലോ. ഉദയൻ എന്ത് പ്രവർത്തിയാണ് ചെയ്തത്? അവിടെ സ്ത്രീകളുടെ അടുത്ത് നിന്നതാണോ? അവിടെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ശബരിനാഥന്റെ മുമ്പിൽ പുറകിൽ 4-5 പേരുണ്ടായിരുന്നല്ലോ. അപ്പൊ ആരെങ്കിലും പറഞ്ഞോ ഇയാൾ വിത്ത് ആനയാണോ? ഇയാൾ മതം ഇളകി നിൽക്കുന്ന ആനയാണോ? എന്നാരും ചോദിച്ചില്ലല്ലോ. ആനയ്ക്ക് മതം ഇളകുന്നത് ഏത് സമയത്താണെന്ന് അറിയാമല്ലോ. അപ്പൊ മതം ഇളകി നിൽക്കുന്ന ആനയാണ് ഇയാളെന്ന് ആരെങ്കിലും പറഞ്ഞോ? എല്ലാവരും മര്യാദയ്ക്കല്ലേ പെരുമാറിയ സംസാരിച്ചത്. അപ്പൊ ശബരിനാഥന് ആ മര്യാദയില്ല. ഒരു എതിർ കക്ഷിയായിട്ടുള്ള ഒരാളോട് അയാളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു കാര്യമില്ല. അത് അന്യായമായ വ്യക്തിപരമായ ആക്രമണം. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ മനസ്സുണ്ടല്ലോ, ഉയർന്ന ചിന്താഗതിയുള്ള മനസ്സുകൾ എന്താണ് തത്വചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസാരിക്കുക. ആവറേജ് മൈൻഡുകളുണ്ടല്ലോ, അതായത് ആവറേജ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു എന്ത് ചെയ്യുന്ന സംഭവങ്ങളെ പറ്റിയായിരിക്കും ചർച്ച ചെയ്യുക. അതിനെ പറ്റിയായിരിക്കും. വീക്ക് മൈൻഡ് ഉണ്ടല്ലോ, ശേഷിക്കുറവുള്ള മനസ്സിന് ശേഷിക്കുറവുണ്ടാവും, ശരീരത്തിന് മാത്രമല്ല. ശേഷിക്കുറവുണ്ടാകുന്ന മനസ്സുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ വ്യക്തികളെ പറ്റി സംസാരിക്കും, വ്യക്തിപരമായി അധിക്ഷേപിക്കും, വ്യക്തിപരമായി ആക്രമിക്കും, കയ്യൂക്ക് കാണിക്കാൻ ശ്രമിക്കും. അല്ല, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നു, അത് എങ്ങനെയെങ്കിലും ഒക്കെ അട്ടിമറിക്കണമെന്ന് വിചാരിച്ചു. അവർ സംഘം ചേരാൻ പോയി, അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന ഒരു കാര്യമായി മുന്നോട്ട് പോകാൻ നോക്കി. അതെല്ലാം പാളിപ്പോയി. അവസാനം ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൗൺസിൽ, ഞങ്ങളുടെ അംഗങ്ങളുടെ ശേഷി അത്ര കുറവല്ല എന്ന് എങ്ങനെയെങ്കിലും കാണിക്കണം. ബാക്കി എല്ലാം പാളിപ്പോയി. അന്ന് തന്നെ കണ്ടില്ലേ, അന്ന് മേയർ ഇരിക്കുന്ന സമയത്തേക്ക് മേയറിനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ഇവർക്കൊക്കെ പരിക്ക് പറ്റി എന്ന് പറയുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്ന് ഈ കൗൺസിൽ യോഗം ചേരുമ്പോൾ ഇവരുടെ തന്നെ 3 പ്രതിനിധികളെ
വീൽ ചെയറിൽ കൊണ്ടിരുത്തുന്നുണ്ടായിരുന്നു. മേയറിന്റെ തൊട്ട് മുൻപിൽ തന്നെ വീൽ ചെയറിൽ കൊണ്ടിരുത്തി. അതിനുശേഷം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ ഓപ്പോസിഷനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പാളിപ്പോയി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പാളിപ്പോയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ശക്തരാണെന്ന് കാണിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കൗൺസിൽ യോഗത്തിൽ അടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അത് അന്ന് നിയമസഭയിൽ ശിവൻകുട്ടിയൊക്കെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവർ അന്ന് അങ്ങനെ ചെയ്തു. അത് തന്നെ ഇവിടെയും ചെയ്തു. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് വാക്കുകൊണ്ട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല, പ്രവർത്തി കൊണ്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് വന്ന് അട്ടിമറിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ വരുമ്പോഴേക്കും അടിയുണ്ടാക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോ ഹാജരാണെങ്കിലും അത് കൈവശം വെക്കുക, അത്തരം പ്രവർത്തികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എങ്ങനെയും ആ ശക്തിയെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു വിക്ടിം കാർഡ് അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീ കാർഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വിക്ടിം കാർഡ് ആവാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ നടന്നത്. ശരി, അങ്ങനെ നടന്നുപോയി. അല്ലെങ്കിൽ BJP അംഗങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾക്ക് അത്രത്തോളം അടിയേറ്റു അന്ന്. അപ്പൊ BJP അംഗങ്ങൾക്ക് പരിക്കുപറ്റിയപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തല്ലോ. അപ്പൊ ഇനി നമുക്ക് അങ്ങനെ ഒരു വഴി പിടിക്കാം എന്നായിരിക്കും ചിലപ്പോൾ ശ്രമിച്ചത്. പക്ഷെ അതും തോറ്റുപോയി, അല്ലെങ്കിൽ അതും പാളിപ്പോയ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. കാരണം ഈ ഒരു പ്രയോഗം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല VD സതീശൻ സർക്കാരൊക്കെ ഈ വാക്കുകളെ ഒന്നും സപ്പോർട്ട് ചെയ്യുമെന്ന്. അല്ല, VD സതീശന്റെ സർക്കാരിന്റെ ഇതല്ല, പക്ഷേ കോൺഗ്രസിന്റെ സംസ്കാരം ഇതാണ്. കോൺഗ്രസിന്റെ സംസ്കാരം, അതായത് കോൺഗ്രസിന്റെ പഴയകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം അവർക്ക് ഇത്തരം സംസ്കാരം, ഈ രീതിയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സഭ്യത ഇല്ലാതെ പെരുമാറുക. ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പ് എന്താ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ചെറിയാൻ ഫിലിപ്പ് ആ ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ കൂടി, ആണെങ്കിലോ നമുക്ക് എന്തായാലും അറിയില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ പെരുമാറിയല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ ഒരു പൊതു സംസ്കാരം അതാണ് എന്നുള്ളതാണ്. പൂർവ്വകാലത്തും ഇത് തന്നെയാണ്. നെഹ്റു മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ, നെഹ്റുവിന്റെ പ്രത്യേകതകളൊക്കെ അറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു ഭാഷയ്ക്ക് ഒരു ശുദ്ധി ഉണ്ടാവും. സഭ്യമായ ഭാഷയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. നെഹ്റുവിന്റെ ഭാഷയ്ക്ക് ശുദ്ധി ഉണ്ടായിരുന്നു, നെഹ്റുവിന്റെ പെരുമാറ്റത്തിൽ ഇവരൊക്കെ എങ്ങനെയാണെങ്കിലും ശരി, പൊതു ഇടത്തിലേക്ക് വന്ന് മറ്റൊരു ഓപ്പോസിഷനെ, പ്രതിപക്ഷത്തിനെ, ആരോ പ്രതിപക്ഷത്ത് നിന്ന് കഴിഞ്ഞാലും ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ ഒരു ഇതുണ്ടായിരിക്കും, മര്യാദകൾ ഉണ്ടായിരിക്കും. അത് കീപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വശം നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ഈ പാരമ്പര്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അച്ഛൻ എങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയായിരുന്നു, അതുകൂടെ കമ്പാരിസൺ അല്ലെങ്കിൽ അതുകൂടെ താരതമ്യം ചെയ്തു പോകുന്നതുകൊണ്ട് ഒട്ടും ഇനി നമുക്ക് മറ്റെന്തെങ്കിലും പ്രയോഗിക്കാൻ തോന്നിയാലും പ്രയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടെ അവർക്കുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ശബരിനാഥിന്റെ ആദ്യത്തെ തന്നെ ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന ഒരു കാര്യം അത് ആദ്യം എതിർത്തിട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങ് പറഞ്ഞാൽ മതിയോ, ഇങ്ങനെയൊക്കെ അങ്ങ് വെറുതെ പ്രഖ്യാപിച്ചു. ആദ്യം അടി കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാളെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അതെ, ഇത് ശബരിനാഥിന്റെ കുടുംബ പാരമ്പര്യം എടുക്കുകയാണെങ്കിൽ ഈ ശബരിനാഥ് ഈ പറഞ്ഞ പ്രയോഗങ്ങളും സ്വഭാവവും ഒക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ഒത്തുചേരാത്തതാണ്. ശബരിനാഥിന്റെ കുടുംബം വളരെ നല്ല കുടുംബമാണ്. ശബരിനാഥിന്റെ അച്ഛനും അമ്മയാവട്ടെ വളരെ നല്ല മാതൃകാപരമായി പ്രവർത്തിച്ച് ജീവിച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ശബരിനാഥിന്റെ അച്ഛൻ കാർത്തികേയൻ സാറായാലും ശരി, ഭാര്യയായാലും ശരി തന്നെ, അതേ ശബരിനാഥിന്റെ അമ്മയായാലും ശരി തന്നെ, എല്ലാവരും ബഹുമാനിക്കുന്ന തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം. മറ്റു ജില്ലകളിലുള്ളവർക്ക് ഒരു പക്ഷേ അത്രയ്ക്കെങ്കിലും അറിയായിരിക്കും. കോൺഗ്രസ്സുകാരാവണമെന്നൊന്നുമില്ല അതിന്. ആ കുടുംബത്തിനെ പറ്റിയിട്ട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് എല്ലാവരും കാണുന്നത്. ശബരിനാഥിന്റെ ഭാര്യയോ തിരുവനന്തപുരത്ത്, നമ്മുടെ കേരളത്തിലുള്ളതിൽ വളരെ മികച്ച സിവിൽ സർവീസ് വിജയം കാഴ്ചവെച്ച നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കളക്ടറാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അവരോട് ബഹുമാനത്തോടു കൂടിയാണ് എല്ലാവരും പെരുമാറുന്നത്. പക്ഷെ ശബരിനാഥൻ ഇപ്പൊ ചെയ്ത പ്രവൃത്തിയോ അങ്ങേയറ്റം നിന്ദ്യവും നീചവും അല്ലേ. ഒരു വ്യക്തിയോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ? രാഷ്ട്രീയമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ എന്ത് നീചമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശബരിനാഥന്റെ കുടുംബത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ്. ചിലർക്ക് ഈ ജാതകത്തിൽ എഴുതിയിരിക്കും കുലത്തിന് ചേരാത്ത പെരുമാറ്റം ഉണ്ടാകും, ഇല്ലെങ്കിൽ പ്രവർത്തികൾ ഉണ്ടാകും. ഒരുപക്ഷെ അതായിരിക്കും ശബരിനാഥന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശബരിനാഥന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം അതല്ല. ശബരിനാഥന്റെ വീട്ടിലുള്ളവർ അങ്ങനെയല്ല പെരുമാറുന്നത്. നല്ല മാന്യമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് വ്യക്തിപരമായിട്ടും അറിയാവുന്നതാണ്. പക്ഷേ ശബരിനാഥനിൽ നിന്നുണ്ടായ ഈ പെരുമാറ്റത്തെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല, അങ്ങേയറ്റ അപലപനീയമാണ്. അത് മാത്രവുമല്ല, ഒരാളെ എങ്ങനെയാ മൃഗവുമായിട്ട് താരതമ്യം ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആൾക്കാരെ ഈ ബിവറേജസിന്റെ അടുത്തൊക്കെ ആൾക്കാർ പെരുമാറുന്നത് എങ്ങനെയാന്ന്. കുടിച്ച് ലക്ക് കെട്ട് കിടക്കുകയാണ്, അവനെ അടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, തെറി വിളിക്കും. അവിടെ പോകുന്നവരെ തെറി വിളിക്കും, തുപ്പും. അപ്പൊ അങ്ങനെ വെറും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവന് അടിക്കാൻ ശേഷിയില്ല, അവന് നേരെ മാന്യമായിട്ട് സംസാരിക്കാൻ ശേഷിയില്ല. ആ ഒരു നിലവാരത്തിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ഒരു കൗൺസിലറെ, ജനപ്രതിനിധിയെ ഈ പറയുന്ന അശ്ലീലം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യന്തം നിന്ദ്യവും നീചവുമായിട്ടുള്ള പെരുമാറ്റമാണ്. അത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർക്ക് ചേർന്നതല്ല.
പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് തോന്നുന്നു ശബരിനാഥൻ ഒരു MNC വർക്ക് ചെയ്തിരുന്നതാണ്, മൾട്ടി നാഷണൽ കോർപ്പറേറ്റ് കമ്പനിയിൽ. അവിടുത്തെ സംസ്കാരം ഇങ്ങനെയാണോ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ശബരിനാഥൻ സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പേപ്പർ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്, എത്തിക്സ് ഇന്റഗ്രിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ. ആ പേപ്പറിനകത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണോ ഇത്? അതെന്താ സിവിൽ സർവീസിലും മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളിലും ഒക്കെ മാത്രം മതിയോ ഈ മാന്യത? രാഷ്ട്രീയത്തിൽ ആ മാന്യത വേണ്ടേ? രാഷ്ട്രീയത്തിൽ മാന്യത ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? എന്ത് വൃത്തികേടും കാണിക്കാവുന്നതാണ്. രാഷ്ട്രീയം ഏറ്റവും ശുദ്ധമായിരിക്കണം, ഏറ്റവും മര്യാദയുള്ളതായിരിക്കണം. ആ മര്യാദ എവിടെ ഇല്ലാതാവുന്നോ അതോടുകൂടി ആ രാഷ്ട്രീയത്തിന്റെ മൂല്യം ഇല്ലാതായി കഴിഞ്ഞു. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന നിലയിൽ ഒരാളെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയാത്ത വ്യക്തി എങ്ങനെയാണ് സമൂഹത്തെ ബഹുമാനിക്കുക, സമൂഹത്തോട് മാന്യമായിട്ട് പെരുമാറുക? അപ്പൊ ശബരിനാഥനെ വിമർശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശബരിനാഥന്റെ രാഷ്ട്രീയത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പെരുമാറുമോ? കൊള്ളാമല്ലോ അത്. അത് എന്ത് മര്യാദയാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഇനി ആരും അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ രീതി ഇങ്ങനെയാണ്, അപ്പൊ എന്റെ അടുത്തേക്ക് ഇനി ഒരാളെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിലും അപ്പുറം പ്രയോഗങ്ങൾ പ്രയോഗിക്കും എന്നുള്ള ഒരു ആയുധം കൂടെ ചിലപ്പോ അങ്ങനെയായിരിക്കാം ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ഉദയൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം വാക്കുകളായിരിക്കും ഞാൻ ഉപയോഗിക്കുക എന്ന രീതിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ജനാധിപത്യപരമായിട്ട് നേരിടാൻ ജനങ്ങൾക്കറിയാം. കൃത്യമായിട്ടുള്ള വിമർശനം അതിലുണ്ടാവും, കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ട് അത് അംഗീകരിക്കപ്പെടില്ല എന്നുള്ള പൊതുസമൂഹം അതിനെ തള്ളിക്കളയും. ഏതായാലും ശബരിനാഥന്റെ ഈ പ്രവൃത്തി, ഈ പറയുന്ന പരാമർശം എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ഗുരുതര സ്വഭാവമുള്ളതാണ്. അതിന് യാതൊരു ന്യായീകരണവും നീതീകരണവും ഇല്ല എന്നുള്ളത് ഇവിടെ തെളിയുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.